3 വട്ടം റസൂലുള്ളാഹി അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ എന്ന് പറയൽ എപ്പോഴാണ്? സലാം വീട്ടിയിട്ടാണ്. നമ്മളിപ്പോൾ അത് ചൊല്ലുന്നുണ്ട്. അതേപോലെ സലാം വീട്ടിയാൽ ആദ്യം തന്നെ ഇപ്പോൾ സുബൈൻ്റെ ഒക്കെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞതിനെ പറ്റി നമ്മളന്ന് പറഞ്ഞല്ലോ 10 വട്ടം. കാലൊന്നും അനക്കാതെ ഒന്നും പറയാതെ, പക്ഷേ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം പറഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത്. ചിലവരൊക്കെ ഇഷ്കാലുണ്ടായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അലീമായ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. ഇനി ഞങ്ങളോട് ചോദിക്കട്ടെ, അപ്പൊ നിസ്കരിച്ച് തന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞ എന്തിനാണ്? അത് ലോജിക്കാവുന്നുണ്ട് നിങ്ങൾക്ക്? അതെ, നിസ്കാരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചോ എന്നുള്ള ചിന്തയിൽ നിന്നാണെന്നല്ല പറയണേ. അതല്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ദുനിയാവിൽ ഏറ്റവും ഇമ്പുള്ള ഏറ്റവും വിനോദമാണ്. ആ ഒരു നിഅമത്ത് ഓർത്തിട്ട് പടച്ചോനെ ശുക്ർ ചെയ്യേണ്ടതുണ്ടല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് ഇസ്തിഗ്ഫാർ വരുന്നത്. ഇതാണ് പോയിന്റ്. വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളി, എഴുതി വെച്ചോളി. വലിയ നിയമത്താണ് നിസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഒരു മുഅ്മിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. റസൂലുള്ളാഹി എപ്പോഴും അങ്ങനെയാണ്. ഇതാ ഹസബഹു അംറുൻ, വല്ല കാര്യം തങ്ങൾക്ക് ടെൻഷൻ വന്നാൽ ബാദറ ഇല സ്വലാ, ഉടനെ നിസ്കരിക്കാൻ നിൽക്കുക ചെയ്യുക. നിസ്കാരം വലിയ വിനോദമാണ്. വജുഇലതു ഖുറത്തു ഐനി ഫി സ്വലാ, എൻ്റെ കണ്ണിൻ്റെ കുളിർമ നിസ്കാരത്തിലാണ്. ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും ഏതൊരു വിപൽ ഘട്ടത്തിലും നിങ്ങൾ അള്ളാഹിനോട് സഹായം തേടിക്കൊള്ളി. വിപൽ ഘട്ടങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നത് നിസ്കാരത്തിലൂടെയാണ്. നിസ്കാരം അത്ര വലിയ നിയമത്താണ്, അവലംബമാണ്, കവചമാണ്. ആ നിയമത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ അള്ളാഹ് അങ്ങനെ ഓർത്തിട്ടുള്ള ഒരു കരച്ചിലും ഇസ്തിഗ്ഫാറുണ്ട്. അങ്ങനെ ഒരു ഇസ്തിഗ്ഫാറുണ്ട്. നിയമത്തിന് ഓർക്കുമ്പോൾ ഈ നിയമത്തൊക്കെ തന്ന അതിന്റെ ദാതാവ് റബ്ബിനോടുള്ള ശുക്ർ ചെയ്തോ എന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്നൊരു പൊറുക്കലിനെ തേടൽ. തെറ്റ് ചെയ്തിട്ടല്ല.